തെറ്റായിരുന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് എപ്പോൾ ഇടപെടണം. പിറ്റേ ദിവസം പത്രം കേരളത്തിൽ ഇറങ്ങുമ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വാർത്താക്കുറിപ്പ് വരണം. അതുണ്ടായില്ല. 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പത്രം ഇറങ്ങി. രാത്രി 12 മണി വേണ്ട, രാവിലെ 5 മണി കൂട്ടിയാൽ 32 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. ഇത് വലിയ വിവാദമായി. ഈ പറയുന്ന ജനങ്ങളിത് സംസാരമായി. വാർത്താമാധ്യമങ്ങൾ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി. ഒരു രക്ഷയും ഇല്ലാതായപ്പോഴാണ് ഇതുപോലെയുള്ള ഒരു നാടകം ഈ പറയുന്ന ഹിന്ദു പത്രവുമായി ചേർന്ന് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി പുറത്തുവിട്ടിട്ടുള്ളത്. കാരണം നമ്മളതിൽ സംശയിക്കേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി അതിനു മുമ്പ് നടത്തിയ പ്രസ്താവനയിലും പറഞ്ഞത് തന്നെയാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വർണം പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. 150-60 കേസിൽ 129 കേസും മലപ്പുറത്താണെന്ന് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാണ്. ഈ പണം ദേശദ്രോഹ പ്രവർത്തികൾക്ക് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാണ്. എന്തായാലും ഇന്നലെ വൈകുന്നേരം അദ്ദേഹം നടത്തിയ ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഈ വിഷയം ആരംഭിച്ചിട്ട് കരിപ്പൂർ എയർപോർട്ട് എന്നൊരു വാക്ക് മുഖ്യമന്ത്രി നിന്ന് കേൾക്കുകയാണ്. കോഴിക്കോട് എയർപോർട്ട് എന്ന വാക്ക് മുഖ്യമന്ത്രി കേൾക്കുകയാണ്. ഇതുവരെ എയർപോർട്ടിൻ്റെ പേരുണ്ടായിരുന്നില്ല. മലപ്പുറം ജില്ല ഇത് മാത്രം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ രാത്രിയെങ്കിലും മലപ്പുറം ജില്ല എന്നുള്ളത് ഈ പറയുന്ന കോഴിക്കോട് എയർപോർട്ടും കരിപ്പൂർ എയർപോർട്ടുമായി അദ്ദേഹം തിരിച്ചറിഞ്ഞതിൽ നന്ദിയുണ്ട്. ഇത്രയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇതിലിപ്പോൾ അന്ന് വൈകുന്നേരം നടന്ന ചാനൽ ചർച്ചകളിൽ പത്രം ഇറങ്ങി രാത്രിയാണ് ചാനൽ ചർച്ചകൾ നടക്കുക. അന്ന് ഈ CPM-ന്റെ വക്താക്കളായ എല്ലാ ആളുകളും മുഖ്യമന്ത്രി പറഞ്ഞതിനെ ന്യായീകരിക്കുകയായിരുന്നു. അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അവർക്കൊരു കുറിപ്പ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ടെസ്റ്റ് ആയിട്ട് നടത്തിയതാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, ടെസ്റ്റ് അല്ല. ഈ ടെസ്റ്റ് എത്രയോ കാലമായിട്ട് നടത്തിയതല്ലേ. എത്രയോ കാലമായിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് ഈ ജില്ലയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണല്ലോ. ആ അഭിപ്രായം കേരളത്തിലെ ജനങ്ങളെ കേട്ടുകൊണ്ടിരുന്നുള്ളൂ. മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മലപ്പുറം ജില്ല ദേശദ്രോഹികളുടെ താവളമാണ് എന്ന് ഇന്ത്യയിലെ മുഴുവൻ സമൂഹത്തെ അറിയിക്കാനാണ് ഹിന്ദുവിന് കൊടുത്തത്. ഇതാണ് ഡൽഹിയിൽ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രം BJP ഓഫീസിലും RSS കേന്ദ്രങ്ങളിലും അത് ചർച്ചാ വിഷയമാകണമെന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഡൽഹിയിൽ വെച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചത് 100% ഉറപ്പാണ്. ഞാൻ അവിടെയാണ് ആ വിഷയത്തിൽ നിൽക്കുന്നത്. ഇന്നലെ മന്ത്രി V. അബ്ദുറഹ്മാൻ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ ഹിന്ദു പത്രത്തിന്റെ കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നു. എന്തിനാണ് ഈ നുണ പറയുന്നത് സർക്കാർ? അല്ല, അത് തന്നെയല്ലേ. സത്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ഈ വിഷയം ഉന്നയിച്ചതിന് ശേഷം കഴിഞ്ഞ 1.5 മാസമായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് സത്യസന്ധമായിട്ട് പാർട്ടീൻ്റെ അടുത്തു നിന്നോ മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴും ആകത്തുക എന്താ പറയുന്നത്? ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? അദ്ദേഹം ഇവിടെ ഈ നടന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ പറഞ്ഞു ഒരു ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞു. ധൈര്യം ഉണ്ടോ ഈ ഗവൺമെൻറ്റിന്? അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ഈ പറയുന്ന സുജിത് ദാസും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി ഉൾപ്പെടെയുള്ള നെക്സസ് തന്നെയാണ് ഈ 3 കൊല്ലം ഈ സ്വർണ്ണ വേട്ടയും സ്വർണം പൊട്ടിക്കലും ഉരിക്കലും നടത്തിയത് എന്നൊരു യാഥാർത്ഥ്യമില്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ധൈര്യം ഉണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് കൊടുക്കട്ടെ. ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുക. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം പറഞ്ഞു. ഇപ്പോഴും അതൊന്നുമില്ല. ഇന്നലത്തെ ഈ പറയുന്നത് എന്താ? ഇതിൻ്റെ പിന്നിൽ ദേശദ്രോഹ ശക്തികളുണ്ട്. ഇന്നലെ കുറച്ച് മയപ്പെടുത്തിയാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതുവരെയുള്ളതിൽ നിന്ന് ചെറിയ മയപ്പെടുത്തി. എന്നാലും വിഷയം അത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. എന്താ ഇതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമായി ജനങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അന്വേഷണം അതുപോലെ തന്നെ. നാളെയാണ് ഇപ്പോൾ 1 മാസം തികയുന്നത്. എന്തായിരിക്കും അന്വേഷണ റിപ്പോർട്ട് എനിക്കറിയില്ല. ഇന്നലെ ഉച്ചയ്ക്ക് വൈകിട്ട് 4 മണിക്കാണ് വിജിലൻസ് DYSP അടക്കമുള്ള സംഘം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മൊഴിയെടുക്കാൻ വരുന്നു. ഞാൻ പറഞ്ഞു മൊഴി തരാൻ പറ്റില്ല. നാളത്തെ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ എവിടെയായിരുന്നു വിഷയം? നാളെ റിപ്പോർട്ട് കൊടുക്കേണ്ടതിന് ഇന്നലെ വൈകിട്ട് 4:30 മണിക്ക് ഇവർ വന്ന് എൻ്റെ അടുത്ത് മൊഴിയെടുക്കാൻ ശ്രമിക്കുന്നതാണ്. എത്ര അപഹാസ്യമാണ് ഈ അന്വേഷണം. SIT-യുടെ ഭാഗമായിട്ടാണ് വിജിലൻസ്. SIT-യിലെല്ലാം ഉണ്ട്. സാമ്പത്തിക അഴിമതി ആരോപണം അന്വേഷിക്കുന്ന വിജിലൻസാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.
കേരളത്തിൽ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. 6 മാസം സമയമുള്ള ആ സംഘമാണത്. ഈ 1 മാസത്തെ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ഈ വിഷയങ്ങൾ പ്രഥമ ദൃഷ്ടിയ അതിൽ അന്വേഷണം നടത്താനാണ് 1 മാസം വെച്ചത്. അതിലിതൊക്കെ വരുമല്ലോ. അല്ല, മൊഴിയെടുക്കാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ മൊഴി നൽകിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് കാണാൻ പറഞ്ഞു. ഞാൻ ഈ 1-ാം തീയതി 30 ദിവസം തികയുന്ന അന്വേഷണ റിപ്പോർട്ട് ഒന്ന് കാണട്ടെ, എന്നിട്ട് വേണമല്ലോ മൊഴി കൊടുക്കണോ വേണ്ടില്ലെങ്കിൽ ആ പരാതി കൊണ്ട് പിൻവലിച്ചാൽ മതിയല്ലോ. വെറുതെ ഈ നാടകത്തിന് എന്തിനാ ഞാൻ നിൽക്കുന്നത്? ഞാൻ നിൽക്കാൻ തയ്യാറല്ല. ഞാൻ എനിക്ക് കോടതിയെ സമീപിക്കാനേ മാറുള്ളൂ. ഹിന്ദു ലേഖനം മാത്രമല്ല, മുൻപ് പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നിയന്ത്രിക്കുന്ന PR ഏജൻസികളാണെന്ന ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അന്നൊക്കെ നിഷേധിക്കുകയോ ചെയ്തു. PR ഏജൻസികൾ ഇപ്പൊ അംഗീകരിച്ചില്ലേ? അതേന്ന് മുമ്പ് ഇതുണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ.